ഹായ്. ഹായ്. ആലപ്പുഴ ജില്ലക്കാർക്ക് എത്രവർക്ക് അറിയാം ആലപ്പുഴയിൽ ഒരു റിസർവ് ഫോറസ്റ്റ് ഉള്ള കാര്യം? അതെ, ഞങ്ങളിന്ന് കൂട്ടിക്കൊണ്ടു പോകുന്നത് വിയ്യപുരത്തുള്ള ഏക റിസർവ് ഫോറസ്റ്റ് ആണ്, നമ്മുടെ ആലപ്പുഴയിൽ തന്നെ. അതെ, വാ എല്ലാവർക്കും നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ അകത്തോട്ട് കയറുന്ന എൻട്രൻസ് ആണ്. ഇനിയൊരു വ്യൂ ആണ് ഇവിടെ വരുന്നത്. നല്ലൊരു ആംബിയൻസിലാണ്. ഫുള്ള് ഒരു വനത്തിലോട്ട് കയറുന്ന ഒരു ആംബിയൻസ് തന്നെയാണ്. നമ്മൾ ഇതിനു മുമ്പ് എന്താ പറയുക, ബന്ദിപ്പൂർ, വയനാട് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ റിസർവ് ഫോറസ്റ്റിനകത്ത് പോകത്തില്ലേ, ആ ഒരു ചെറിയ ആംബിയൻസ് തന്നെയാണ്. നമുക്ക് ഈ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ടിക്കറ്റ് കൗണ്ടറിൽ അവരിങ്ങനെ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അതെ, വനശ്രീ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ ഉണ്ട്, ടിക്കറ്റ് കൗണ്ടറിന്റെ ബോർഡുണ്ട്. അതിൻ്റെ ഒരു ഇത് വരും, അഡൽട്ട് 30 അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. ഭയങ്കര ഒരു കൗണ്ടർ നമുക്ക് വരുന്നുണ്ട്. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് വേണം അകത്തോട്ട് കയറി പോകാനായിട്ട്. നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് അകത്തോട്ട് പോകാം. ടിക്കറ്റ് കൗണ്ടർ സൈഡിലായിട്ട് തന്നെ അതെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ജന്മനക്ഷത്ര വൃക്ഷങ്ങൾ. ഇതിൽ എല്ലാതും ഉണ്ട്. ഇതാണ് കേട്ടോ സ്പീഷീസ്, ഇത്രയും സ്പീഷീസ് ഒക്കെ ആയിരിക്കും ഇവിടെ ഉള്ളത്. ജന്മനക്ഷത്ര വൃക്ഷങ്ങളാണ്. ഇതൊക്കെ തന്നെ കുറേ ബോർഡുകളുണ്ട്. നമുക്ക് ഇങ്ങനെ അത് അകത്തോട്ടാണ് പോകുന്നത്. നമുക്ക് ഓരോ ബോർഡുകളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങോട്ടേക്ക് കയറുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് കേരള വനം വകുപ്പ് വന്യജീവി വകുപ്പിന്റെ നഗരവാടിക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്ന സംഭവമാണ് കേട്ടോ. പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ ഉദ്യാനം, അതാണ് ഇവിടെ കാണുന്നത്. പിന്നെ റാന്നി വനം ഡിവിഷൻ എന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. റാന്നി റേഞ്ച് ആണ്. റാന്നി റേഞ്ചാണ് ഇവിടെ വരുന്ന, റാന്നി റേഞ്ചാണ് കേട്ടോ. കുട്ടികളുടെ ഉദ്യാനം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. നമുക്ക് പോകേണ്ടത് അവിടോട്ട് ഈ നേരെ കാണുന്ന വഴിയാണ്. നമ്മുടെ ഒരാൾ ട്രക്കിങ്ങിന് നമ്മളോട് ഒരാൾ വരും, ഈ വനം വകുപ്പിൻ്റെ ഒരാൾ തന്നെ വരും. അവർ നമുക്ക് കാര്യങ്ങൾ നോക്കാം. എന്തായാലും അകത്തോട്ട് കയറി നോക്കട്ടെ. അങ്ങോട്ട് വനമാണെന്നാണ് പറഞ്ഞത്. ഈ കുട്ടികളുടെ ഉദ്യാനത്തിൻ്റെ ഇവിടെയൊക്കെ കുറേ ബോർഡുണ്ട്, എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നമ്മൾ പിള്ളേർക്കൊക്കെ നല്ല രസം ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനായിട്ട്. എല്ലാവർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ് കേട്ടോ. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഫ്രീ ടൈമിലൊക്കെ വന്നിരിക്കാൻ പറ്റിയൊരു സ്പോട്ടാണ്. ദശമൂല സസ്യങ്ങൾ, ഔഷധ സസ്യങ്ങൾ ഇതിനകത്ത് അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ട്. അതൊക്കെ അല്ലാതെ അപ്പുറത്തോട്ടൊക്കെ കുറേ ബോർഡുണ്ടേ. നമ്മളെന്തായാലും അവർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. ഇവിടുന്ന് അകത്തോട്ട് വേണം പോകാനായിട്ട്. ഞങ്ങളെന്തായാലും അകത്തോട്ട് കയറാൻ പോവാണ്. ഇങ്ങനെ ഒരു ചെറിയ എൻട്രൻസ് വഴി വേണം നമ്മൾ അകത്തോട്ട് പോകാൻ. നമുക്ക് കൂടെ ഒരാളുണ്ടാവും, ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളുണ്ട് നമ്മളോട്. ഒരു വേണം നമ്മളെ കൊണ്ടുവരും കണക്കത്തേക്കൊരു. നിങ്ങൾക്ക് നേരത്തെ വെച്ച് വരുവാണെങ്കിൽ അല്ലേ, ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് പോവാം, രസമാണ്. ഞങ്ങൾ ഇച്ചിരി വൈകി പോയി, പക്ഷെ എന്നാലും മാക്സിമം നിങ്ങളിലേക്ക് എത്തിക്കാം. സെറ്റാണ്. ഇത് ഇങ്ങനത്തെ ഒരു വഴിയാണ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇവിടുത്തെ ഒരു ഓഫീസറുണ്ട്, മാഡം ഫ്രണ്ടിലുണ്ട്. അപ്പം അകത്തോട്ട് ഞങ്ങൾ കയറുവാണ്. അതെ, ചെറിയൊരു ഇതാണ്, ഇങ്ങനെ പോവാം. ഇത് മണിമരുതാണ്. മണിമരുത് സാധാരണ നാട്ടുമ്പുറങ്ങളിലൊന്നും കാണാറില്ല. എവർഗ്രീൻ, സെമി എവർഗ്രീൻ ഫോറസ്റ്റിലാണ് കാണപ്പെടുന്നത്. ഇത് നമുക്കിവിടെ ഒരു വലിയൊരെണ്ണം ഉണ്ട്, കുറച്ച് ചെടിഞ്ഞ് നിൽക്കുക വെള്ളത്തിലോട്ട്. അത് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അപ്പുറത്തൊരു കല്ല് കെട്ടി. ഇത് ഒരെണ്ണേ ഉള്ളോ? മണിമരുതിന്റെ ഒരെണ്ണല്ലേ? ഇത് സാധാരണ നോർമൽ ഏരിയകളൊന്നും പിടിക്കാത്ത ആണല്ലേ? നാട്ടുമ്പുറങ്ങളിൽ ഉണ്ട്, കാണത്തില്ല, ഫോറസ്റ്റിലേ കാണൂ. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഫോറസ്റ്റിനകത്ത് പാംസ്, കുറച്ച് പൈൻസ് ഉണ്ട്, പിന്നെ ലീനിയാസ് എന്ന് പറയാം, അതായത് വള്ളിച്ചെടികൾ, അതൊക്കെയാണ് കൂടുതൽ. പലതരത്തിലുള്ള വള്ളിച്ചെടികൾ. ഇത് ആ മണിമരത്തിന്റെ മുകളിലോട്ട് തന്നെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു മക്കോള്ളി എന്നാ പറയുന്നത് ആ സ്പീഷീസിന്. ആ മക്കോള്ളിയുടെ വള്ളിയാ കയറി പോയിരിക്കുന്നത്. സ്ട്രോങ് ആണോ അതോ പൊട്ടിപ്പോകുന്ന ടൈപ്പ് ആണോ? പൊട്ടിപ്പോകുന്ന ടൈപ്പ് അല്ലേ? പൊട്ടിപ്പോകത്തില്ല. ഒരുപാട് വർഷം പഴക്കമുണ്ട്. ആ, പലതരത്തിലുള്ള പനയുണ്ട്. ഇവിടെ തന്നെ എണ്ണപ്പന നമ്മൾ കയറി വന്നു. ഇതാണ് മക്കോള്ളി.
ഇതാണ് മക്കുവള്ളി അല്ലേ? ഇതാണ് മക്കുവള്ളി. ഇതൊരു ആഫ്രിക്കൻ ഡ്രീമിംഗ് ഹെർബ് എന്നാണ് ഇതിന്റെ പേര്. ഇതിന്റെ വിത്തൊക്കെ ഔഷധ ഗുണമുള്ളതാണ്. നമ്മുടെ നാട്ടിലൊന്നും ഉപയോഗിക്കുന്നില്ല, പക്ഷെ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട്. കാടിന്റെ ഉള്ളിലാണ് കാണപ്പെടുന്നത്. ഇനി ഇത് ഇത്രയും ഒരു 150 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് പറയാനുള്ള കാരണം ഇതിന്റെ തടി കാണുമ്പോൾ അകത്തോട്ടുള്ള ഇവിടെ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ഇത് ചുറ്റി ചുറ്റി ഇങ്ങനെ കിടക്കുകയാണ്. അതൊരു ഭംഗി നോക്കിയേ, സൂപ്പറാണ് കേട്ടോ. അവിടെ നിന്നാണ് വന്നിരിക്കുന്നത്. സ്നേഹിക്കുന്ന പോലെ തന്നെ ഇവിടെ വന്ന് ഇങ്ങനെ ഒരു പുന്നമരത്തിന് ചുറ്റിയായിരുന്നു നിന്നോണ്ടിരുന്നത്. പുന്നമരമൊക്കെ കാലപ്പഴക്കത്തിൽ ദ്രവിച്ചു പോയി. ഇത്ര വർഷമായിട്ട് ഇത് കിടക്കുന്നു. മുകളിലോട്ട് നോക്കുമ്പോ അറിയാണ്ട് വള്ളി എവിടെയൊക്കെ പോയിട്ടുണ്ട്. നമ്മുടെ കാടിന്റെ ഒരു പകുതി ഭാഗത്ത് ഇതിന്റെ ഫുള്ള് വള്ളി കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇരിക്കാനുള്ള സെറ്റപ്പ് പോലെ ഉണ്ടല്ലേ? പ്രത്യേകത ഒരു രീതിയല്ലേ, വേറൊരു എന്തോ ഒരു ഇതുപോലെ സെറ്റപ്പാണ്. ഇതൊരു തരം കാട്ടുവള്ളി എന്ന് പറയും, ക്ലൈംബിംഗ് അറോയിഡ്. ഈ കാട്ടുവള്ളിയാണ് നമ്മുടെ കാട്ടിനകത്ത് ഫുള്ള് കയറിയിരിക്കുന്നത്. എല്ലാ മരത്തിലും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും കയറിയിട്ടുണ്ട്. ഇതിന് ട്രാൻസ്പിറേഷൻ റേറ്റ് കൂടുതലായിരിക്കും, അതുകൊണ്ട് എപ്പോഴും ഇത് ഈർപ്പം നിറഞ്ഞു നിൽക്കും. ഏത് ഉച്ച സമയത്ത് വന്നാലും തണുപ്പ് ഫീൽ ചെയ്യുന്നത് ഇത് കൂടുതലായിട്ട് കാണപ്പെടുന്നു. എവിടെ നോക്കിയാലും കാണാം. വെള്ളം കയറുമ്പോഴേ അതിനകത്ത് ഏതെങ്കിലും നഴ്സറി വന്ന് കയറുന്നത്. ഇങ്ങോട്ടൊക്കെ നല്ല കാട് പോലെ അല്ലേ? കുറച്ച് നമ്മൾ ഉള്ളിലോട്ട് കയറാങ്കിലേ കാടിന്റെ ഫീലാണ്. നമുക്കിപ്പോ ഒരു തുരുത്തുണ്ട്, ആ തുരുത്ത് കാണാനാണ് നമ്മൾ ഇതുവഴി അങ്ങോട്ട് അല്ലേ? ഇതിപ്പോ ഓപ്പൺ ആയിട്ട് എത്ര നാളായിട്ടുണ്ടാവും? ഒരു മാസം. ഒരു മാസമായിട്ടുള്ളൂ. അതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ? ഇവിടെ തടിയുടെ ഡിപ്പോ ആയിരുന്നു. 200 വർഷമായിട്ട് ഇവിടെ തടിയുടെ ഡിപ്പോ ഉണ്ട്. എക്കോ ടൂറിസത്തിന് ആൾക്കാർ കാണാൻ വേണ്ടി നമ്മൾ ഈ ഫോറസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് ഒരു മാസം. ഇത് മഴമരം. മഴമരത്തിന്റെ പ്രത്യേകത വൈകുന്നേരങ്ങളിൽ എക്സസൈസ് ഇത് പിടിച്ചെടുക്കുന്ന വെള്ളം തുള്ളിയായിട്ട് ഇലയിൽ നിന്ന് താഴോട്ട് വീഴാറുണ്ട്. അങ്ങനെയാണ് ഇതിന് മഴമരം എന്ന് പേര് വന്നത്. സാധാരണ കാടുകളിലാണ് ഇത് കാണപ്പെടുന്നത്. തടി നമുക്ക് പ്രത്യേകിച്ച് ഉപയോഗത്തിനൊന്നും എടുക്കാനൊക്കത്തില്ല, പക്ഷെ കാടിന് നല്ലൊരു ഷെയ്ഡ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഉള്ളത്. ഇങ്ങനെ ഇതായിട്ട് വരും അല്ലേ? ഇതിന്റെ ഇലകള് നമുക്ക് കാണാൻ, ഈ വള്ളി മൊത്തം ചുറ്റി നിൽക്കുന്നുണ്ട്. ഇലകൾ അങ്ങനെ കാണാൻ കിട്ടുന്നില്ല, മുകളിലായിട്ട് ഇലകളുള്ളത്. ഇനി അങ്ങോട്ടുള്ള കുറച്ച് ഏരിയയില് ഇഞ്ചിയാണ് ഉള്ളത്. ഇഞ്ചിയും കാടിനുള്ളിൽ ഇഞ്ചയുടെ തടിയാണിത്. ഇഞ്ച നമ്മൾ മറ്റേ മേലക്കത്തേക്ക് ഉപയോഗിക്കുന്ന സംഭവം, കുളിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ? ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്നത്. തടി വെട്ടിയിട്ടാണ് പുന്നമരത്തിന്റെ അകത്ത് വലിയ കാലോഫിലം ഇന്നോഫിലം പ്രത്യേകത. ഉപ്പുവെള്ളത്തിൽ ഇട്ടാൽ കേടാവത്തില്ല, അതുകൊണ്ട് ബോട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപ്പുവെള്ളത്തിൽ ഇട്ടാലും കേടാവത്തില്ല അല്ലേ? പുന്നയ്ക്കൊക്കെ പണ്ട് ഗോലി കളിക്കാൻ പുന്നയ്ക്കൊക്കെ എടുത്ത് കളിക്കും. നമ്മൾ നേരത്തെ അവിടെ കണ്ടല്ലേ ഈർപ്പം നിലനിർത്തുന്നല്ലേ കാട്ടുവള്ളി? അതിന്റെ പേരെന്തായിരുന്നു പറഞ്ഞ? ക്ലൈംബിംഗ് അറോയിഡ്. ക്ലൈംബിംഗ് അറോയിഡ്. ഇത് ഒരു ചൂണ്ടപ്പനയാണ് നമ്മളെ കാണുന്നത്. അവിടെ ആനയ്ക്ക് കൊടുക്കുന്നത്. അതിന്റെ ആ കൊലയായിട്ട് തൂങ്ങി കിടക്കുന്നില്ല, അതായിരുന്നു പണ്ട് കല്യാണത്തിനൊക്കെ ഡിസൈൻ ചെയ്യാൻ വീടിന്റെ ഫ്രണ്ടിലൊക്കെ. പിന്നെ നമ്മുടെ ആ പാലത്തിന്റെ അടിവശത്തൂടെ ഒഴുകുന്നതാണ് അച്ചൻകോവിലാറ്. ഈ പോകുന്നത് പമ്പയാണ്. ഇത് പമ്പയുടെ ഒരു കൈവഴിയാണ്. ഇത് മൂന്നും കൂടെ ചേരുന്ന ഈ ഭാഗത്തൊരു ചുഴിയുണ്ട്. നല്ലൊരു ചുഴി ആയതുകൊണ്ട് ഈ വേസ്റ്റ് മൊത്തം ഇവിടെ ഡെപ്പോസിറ്റ്. അഴുക്ക് മാത്രല്ല, ആരെങ്കിലും ഡെഡ് ബോഡി ഉണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ വീട് മരിക്കുന്ന ആൾക്കാർ ആദ്യം ബോഡി ഇവിടെ തന്നെ വന്ന് നോക്കാറുണ്ട്. അങ്ങനെ ഒരു റിസ്ക് ഉള്ള ഒരു ഏരിയ ആണിത്. പിന്നെ നമ്മുടെ ഈ ആറിന്റെ അപ്പുറത്തെ സൈഡിൽ നമുക്കൊരു 84 സെന്റ് വസ്തു ഉണ്ട്. അതിനകത്ത് മുളയും പിന്നെ ഒരു മാവിന്റെ തോട്ടമാണുള്ളത്. ഇപ്പൊ നമ്മൾ ആർക്കും അങ്ങോട്ട് എൻട്രൻസ് കൊടുക്കുന്നില്ല. ഭാവിയിൽ ഹട്ടൊക്കെ ചെയ്ത് താമസിക്കുന്നത് വനവകുപ്പിന്റെയാണ്. മൊത്തം 6 ഹെക്ടർ ലാൻഡാണ് നമുക്ക് ഇതിനു വേണ്ടി. അങ്ങോട്ട് എന്തെങ്കിലും വെച്ചങ്ങോട്ട് പോകാൻ പറ്റും. വെച്ച് പോകാൻ ഈ ബോട്ടിംഗ് ഒന്നും നമുക്ക് പറ്റാത്തത് ഇവിടെ താഴെ കൂടുതലാണ്. ഭാവിയിൽ എന്തെങ്കിലും പാലം തൂക്കുപാലം ചെയ്യാം. ഇവിടെ ബോട്ടിംഗ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ? ബോട്ടിംഗ് ചെയ്യണമെങ്കിലും പമ്പയിൽ നമുക്ക് സേഫ്റ്റി എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുഴി വരുന്നതുകൊണ്ട് ഇവിടെ റിസ്ക് ആണ്. കൊട്ടവഞ്ചിയുടെ പ്രപ്പോസൽ ഉള്ളിലുണ്ട്, ഞാൻ അങ്ങോട്ട് പോകുന്നു. അതിന്റെ പണി ഉടനെ ഇവിടം വരെ ആണല്ലോ അല്ലേ? ഇത്രയാണുള്ളത്. അതിന് നമുക്ക് ഉള്ളിലോട്ട് കയറി പോകാം. ഉള്ളിലുണ്ട്.
നമ്മളിതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ ഒരുപാട് വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. ഓരോരുത്തരുടെ കൂടെയും ഒരേ ആൾക്കാർ വരും കേട്ടോ, ഇവിടുന്ന് ഒരേ ആളുകളും വരുന്നുണ്ട്. അങ്ങനെയാണ് ഇവിടുന്ന് ഓഫീസിൽ നിന്ന് തന്നെ അറേഞ്ച് ചെയ്ത് ആളുകളെ ഒരാളെ കൂടെ വിടുന്നുണ്ട്. അവരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സ്പീഷീസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എന്താണ് ഇവിടുത്തെ പ്രത്യേകതകൾ, എന്തൊക്കെ മരങ്ങളാണ് എല്ലാവരും കൂടെ ട്രക്കിങ്ങിന് ആള് കാണും അല്ലേ കൂടെ? ഇത് വാതപ്പൊടി എന്ന് പറയും. ഇത് നമ്മുടെ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഈ പ്രസവ സമയത്തൊക്കെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഈ താഴത്തെല്ലാം ഒരുപാടുണ്ടല്ലേ? ഇതെല്ലാം മഞ്ചേരിയാണ്. ഇത് വയനയിലയില്ലേ? വയനയില ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിന് വയനയുടെ ഒരു വലിയ മരമുണ്ട്, ഇതിനകത്ത് കുറെ മരങ്ങളുണ്ട്. ഇതെല്ലാം ഇഞ്ചിയാണ്. ഇഞ്ചിയല്ലേ? അമ്മടുത്ത് കുരുങ്ങും, ഡ്രസ്സ് കുരുങ്ങും. കാട്ടിനകത്ത് ഇഞ്ചക്കാടിന്റെ പ്രത്യേകത, ഇഞ്ചക്കാടിനകത്ത് ആന കയറത്തില്ല മുള്ളുള്ളത്. അങ്ങനെ ഇഞ്ചക്കാടുണ്ട് കാട്ടിലൊക്കെ ഉള്ളി കാണാറുണ്ട്. ഇത് മൊത്തം ഇഞ്ചിയാണ് കേട്ടോ, ഇത് മൊത്തം ഇഞ്ചിയാണെന്നാണ് പറഞ്ഞത്. ഇത് കാട്ടിലൊക്കെ കാണുന്ന ഇവിടുത്തെ ഓർക്കിഡിന്റെ ഒരു സ്പീഷീസ് ആണ്. ഇത് സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടുന്നിടത്ത് വളരാറില്ല. പ്രത്യേക ഡാർക്ക് കട്ടി കൊണ്ട്. പിന്നെ ആ ഭാഗത്തോട്ട് ചതുപ്പായതുകൊണ്ട് തന്നെ ചതുപ്പിൽ നിൽക്കുന്ന പോലെ സ്പീഷീസിലുള്ള കുറെ മരങ്ങൾ അവിടെ ഉള്ളത്. അത് ആ വേര് മൊത്തം തെളിഞ്ഞ് മുകളിലോട്ട് നിൽക്കും. ആ ഏരിയയിൽ സ്വാം ഫോറസ്റ്റിലൊക്കെ കാണുന്ന പോലെ വേര് മുകളിൽ നിൽക്കുന്ന കുറെ മരങ്ങളാണ്. ഇതാണ് ഇഞ്ചിയുടെ ഇല, നമ്മൾ അവിടെ കണ്ടില്ലേ? ഈ ഇലയാണ് ഇവിടെ വരെ ഇഞ്ചിയുള്ളത്. ഇവിടെ വരെ പിന്നെ അങ്ങോട്ട് മുള്ളില്ല. ബാക്കി ഇനി പനയാണ്. പന ഇഷ്ടം പോലെ ഈ ചതുപ്പുള്ള സ്ഥലത്തെ ഫോറസ്റ്റിന്റെ പ്രത്യേകതയാണ് ഈ പനി. നേരത്തെ കണ്ട മക്കോല പോലത്തെ അതിന്റെ ഒരു ചെറിയ വള്ളി ഇവിടെ ഉള്ളത്. വേറൊരെണ്ണം ഉണ്ട് ഇവിടെ, അതിന്റെ തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇത്രയും ചെറിയത് കാണുന്നത്. ഈ മക്കോളിയൊക്കെ സ്വാം ഫോറസ്റ്റിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു ചെടിയാ കേട്ടോ. പിടിച്ചു പോകുന്നല്ലേ? അതെ 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 അതെ. ഇതന്നെ നമ്മൾ നേരത്തെ താഴെ കണ്ടത്. അത് ഒത്തിരി വർഷം പഴക്കമായതുകൊണ്ടാണ് അത്ര വണ്ണം തുടങ്ങിയിട്ടേ ഉള്ളൂ, അതുകൊണ്ടാണ്. അത് ഇത്ര നല്ല സ്ട്രോങ് ആണ്. ഇത് സ്ട്രോങ് ആണല്ലേ? ഇത് സ്ട്രോങ് ആണ്. സാധനം പിടിച്ചു കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്നോളൂ, ഇനി പോകത്തില്ല. ഇറങ്ങാൻ താഴോട്ടാ. ഇതെന്തിന്റെ ഈ തൂണ് ഈ ഇട്ടേക്കുന്ന പാലമണിയാ? നമ്മുടെ ഒരു പകുതി വഴി വരെ അത് ചെയ്തിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ 40 മരങ്ങളോളം മുറിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് പെയിന്റിങ്ങിന് നമ്മൾ നിർത്തിയിട്ടില്ല. ഇത് ചുണ്ണാമ്പുള്ളി. ഈ ചുണ്ണാമ്പുള്ളിയുടെ വലിയ തടിയാണ് നമ്മൾ ഈ കാണുന്നത്. പണ്ട് കാലത്ത് പെയിന്റിനൊക്കെ പകരം ഇത് ചതച്ചിട്ട് ഭിത്തിയിൽ തേക്കുമായിരുന്നു. പെയിന്റിനൊക്കെ പകരം അന്ന് പെയിന്റ് ഒന്നും ഇല്ലായിരുന്നല്ലോ, ഭിത്തിയിലൊക്കെ തേക്കാനായിട്ട്. പേരാണ് ചുണ്ണാമ്പുള്ളി. അങ്ങനെ ചുണ്ണാമ്പിന് അവിടെ തേക്കുന്നത് കൊണ്ടായിരിക്കും ഈ പേര് വന്നത്. ഇത് ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്, ചതവിനൊക്കെ അരച്ചിടാറുണ്ട്. മൊത്തം പടർന്ന ചുണ്ണാമ്പുള്ളി എന്നാണ് പറയുന്നത് സാധനം. ചതുപ്പിൽ നിൽക്കുമെന്ന് പറഞ്ഞ ശരിയല്ല, കണ്ടോ? നമ്മളവിടെ വെച്ച് കണ്ട ഫേൺ, വാതക്കൊടി, ബാക്കി ഇതെല്ലാം ഫേൺസ് ആണ്. ഫേൺസിന്റെ പ്രത്യേകത ഇത് സൺലൈറ്റ് ഡയറക്റ്റ് വരുന്നിട്ട് വളരത്തില്ല. പണ്ടൊക്കെ കുളങ്ങളുടെയൊക്കെ സൈഡിൽ നിൽക്കുമായിരുന്നു. കാരണം ഇപ്പൊ എല്ലാം വെച്ച് നമ്മൾ നശിപ്പിക്കുന്നു. ഇത് പണ്ട് എല്ലായിടത്തും ഇങ്ങനെ കാണുമായിരുന്നു അല്ലേ? ഇപ്പൊ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വിൽക്കാനുണ്ട്, ഷോയ്ക്കൊക്കെ വെക്കുന്നുണ്ട്. ഇതൊക്കെ റിസ്കി വഴികളാണല്ലേ? ശരി, റിസ്കി വഴിയാണ്. ഇങ്ങനെ പോയാൽ നന്നാലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. ഇങ്ങനെ പോയാലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. നമ്മൾ തിരിച്ചു വരുന്ന അപ്പുറം വഴി. ഈ കാണുന്ന ഇതൊക്കെ നമ്മുടെ ഇവിടെ വരെയാണ് നമ്മൾ കൊട്ടവഞ്ചിയുടെ സൈറ്റ് എന്ന് പറഞ്ഞത്. ഈ ഏരിയ വരെ കൊട്ടവഞ്ചിയുടെ സൈറ്റ് ചെയ്തിട്ട് സൈഡിൽ ഹട്ട് പോലെ ചെയ്ത്
ഇങ്ങോട്ട് ഇടാനായിട്ടല്ലേ ഫ്രണ്ടിലോട്ട് നിന്ന് ഇങ്ങനെ കൊട്ടവഞ്ചി കാണാൻ പറ്റുന്ന രീതിയിൽ അപ്പൊ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വരും അല്ലേ? ഫുള്ള് ക്ലീൻ ചെയ്യണം. ഡീസിൽറ്റ് ചെയ്ത് ആഴം ചെറുതായിട്ട് കൂട്ടി കൊടുത്താലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വെള്ളം കയറി വരും. കയറി വരുള്ളൂ. ഓക്കെ ഓക്കെ. ഇവിടെ ഇനിയിപ്പം ഭാവിയിൽ ഒരു കൊട്ടവഞ്ചി സെറ്റപ്പും കൂടെ തുടങ്ങും എന്നാണ് മാഡം പറഞ്ഞത്. ഈ മുളയൊക്കെ എങ്ങനെ വന്നത്? ഇവിടെ ഉണ്ടായിരുന്നാണ്? ഇതാണ് കല്ലമുള. ദേ, ആ നിൽക്കുന്നതാണ് കല്ലമുള. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്ത് വളർത്തുന്നതല്ല, ഇത് കാട്ടിൽ സ്വാഭാവികമായിട്ട് വളർന്നു വരുന്നതാണ്. ഈ മുളയുടെ ഈറ്റ ഇല്ല, ഈറ്റ അല്ല, കല്ലൻ മുള അല്ലേ? മുള ഈറ്റ അകത്തുണ്ടായിരുന്നു ചെറുതായിട്ട്. വലിയ രീതിയിൽ ഈറ്റ ഇവിടെ ഇല്ല, മുളയാണുള്ളത്. ഈ കല്ലമുളയുടെ പ്രത്യേകത ഇതിനകത്ത് മുള്ളുണ്ട്. ഇത് വെട്ടി നമ്മൾ വെള്ളത്തിലിട്ട് സീസണിങ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അവിടുത്തെ പാലം ചേറൊക്കെ ചെയ്തിരിക്കുന്നത് ഈ മുള കൊണ്ടാണ്. ഈ മുള കുറെ നമ്മൾ കയറുമ്പോ എൻട്രൻസിൽ കാണുന്നത് അല്ലേ? പെയിന്റ് ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒത്തിരി നാൾ നിൽക്കും. അങ്ങനത്തെ ഒരു മുളയാണ്. കല്ലമുളനല്ലേ? ഇതൊക്കെ ഞാറയെന്ന് പറയും. മെരിസ്റ്റിക്ക ഫാമിലിയിൽ വരുന്നതാണ്. ഞാവല്, ഞാറയൊക്കെയാണ് ഇവിടെ ഈ ചതുപ്പിൽ നമുക്ക് കൂടുതലായിട്ടുള്ളത്. അങ്ങനെ മെരിസ്റ്റിക്ക സ്വാമ്പ് ഫോറസ്റ്റിൽ കാണുന്ന പോലെ ഈ സ്പീഷീസ് ഒക്കെ നമുക്ക് ഇവിടെ. ഇവിടെ പകല് വന്നാലും നല്ല തണുപ്പൊക്കെ ആയിരിക്കും അല്ലേ? വെയിലത്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് പുറത്തിറങ്ങുന്ന വരെ വെയിൽ അറിയത്തില്ല. എത്ര മണിക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്? രാവിലെ 10 മണിക്ക്. 10 മണിക്ക് അല്ലേ? വെയിലിറങ്ങുമ്പോഴാണ് എല്ലാരും ഇത്ര വെയിൽ ഉണ്ടായിരുന്നത്. ഇതെല്ലാം പാണലെന്ന് പറയും. അവിടെ ഒരു തൊണ്ടിമരം നിപ്പുണ്ട്. എടുക്കണമെങ്കിൽ അവിടെ അടുത്ത് പോകേണ്ടി വരും. എന്താ തൊണ്ടിമരം? തൊണ്ടിമരം. നമ്മളിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അച്ചൻകോവിൽ ആറ് പമ്പ വന്ന് കൂടിച്ചേരുന്ന സ്ഥലങ്ങളാണ് അല്ലേ? നല്ല ആഴമല്ലേ? നല്ല ആഴമാണ്. രണ്ടുകൂടെ ചേരുന്നിടത്ത് നല്ല ചുഴിയായിരിക്കും. ഇവിടെ നിന്ന് നമുക്ക് നല്ല രീതിയിൽ കാണാം. ഈ കായല്ലേ? ഇത് കാവുകളിൽ കാണാം. എന്തിനെടുക്കുന്നതിലും തൊണ്ടിപ്പഴം കഴിക്കാറുണ്ട്. പക്ഷികളൊക്കെ കഴിക്കും. ഞാവൽപ്പഴം അല്ല, ഇത് ഇതാണ് ഫിഗ് ആണോ? അത്തിപ്പഴമാണോ? ഫിഗിന്റെ ഫാമിലി അല്ലേ? അല്ലേ? അതേ ഫാമിലിയാ. ഇതൊക്കെ നമ്മുടെ പ്രോപ്പർട്ടി തന്നെ. അവിടെ നിന്ന് കാണാൻ പറ്റും. അവിടെ വരെ എത്ര നാളായിട്ടുണ്ട് നമ്മളിപ്പോ ഇവിടെ ഇങ്ങനെ ഒരു അറേഞ്ച്മെന്റ്സ്? ഒരു മാസമേ ഉള്ളൂ. ഒരു മാസമേ ഉള്ളൂ അല്ലേ? റെസ്ട്രിക്റ്റഡ് ഏരിയ. ഇത് പ്രൊപ്പോസ്ഡ് റിസർവ് 2013 നമ്മൾ ഇതിനെ പ്രൊപ്പോസ്ഡ് റിസർവ് ആയിട്ട് പ്രഖ്യാപിച്ചു. റിസർവ് ഫോറസ്റ്റ് ആവാനുള്ള നടപടിക്രമങ്ങൾ നടന്നു വരിക. അതുകൊണ്ടോ ആ വീടിന്റെ ഫ്രണ്ടിൽ ഒരു കല്ല് കെട്ടിയിരിക്കുന്ന ഭാഗം, അതിന്റെ പേരാണ് ജണ്ട. ജണ്ട വെച്ചാണ് വനത്തിന്റെ അതിർത്തി നമ്മൾ തിരിക്കുന്നത്. ഈ ഭാഗം നമ്മുടെ ബോർഡറിൽ ഫുള്ള് അതിന്റെ അപ്പുറത്തൊരു 8 വീടുകളുണ്ട്. ആ വീടും അപ്പുറത്തെ സൈഡിലുള്ള 12 വീടുകളും ചേർത്ത് 20 വീടുകൾ ചേർത്ത് നമ്മളൊരു വനസംരക്ഷണ സമിതി ഫോം ചെയ്തിട്ടുണ്ട്. അതിനാണ് നമുക്ക് ഇതിന്റെ നടത്തിപ്പവകാശം. ഇവിടെ ഏത് ജോബ് ഓപ്പർച്യൂണിറ്റി വന്നാലും അവിടുത്തെ ആൾക്കാർക്കാണ് പാർട്ടിസിപ്പേറ്ററി ഫോറസ്റ്റ് മാനേജ്മെന്റ്. അതാണ് നമ്മൾ ഇത് ഫോളോ ചെയ്യുന്നത്. അവരെയും കൂടെ സഹകരിപ്പിച്ചുകൊണ്ട് ചെയ്യുക. തേക്കടിയിലെ എല്ലാം നമ്മൾ അതേ രീതിയാണ്. ആലപ്പുഴ പലർക്കും ഇവിടെ ഒരു ഫോറസ്റ്റ് ഉള്ള അറിയത്തില്ലല്ലേ? നമുക്ക് ആലപ്പുഴയിൽ ഫോറസ്റ്റ് ഇല്ലെന്നുള്ളതാണ്. അടുത്തുള്ള ആൾക്കാർ വരെ നമ്മൾ വയനാട് മരം വയനാട് പറഞ്ഞില്ലേ? പക്ഷെ നമ്മുടെ നാട്ടിലെ കാണുന്നതിനെക്കാട്ടി ഇച്ചിരി വലിയല്ലേ? അതുപോലെ ഇത് ആഞ്ഞിലിയുടെ ഇല ഉണ്ടോ? ആഞ്ഞിലി, അത് ആ പച്ച കളർ കാണുന്നത് നമ്മുടെ നാട്ടിൽ കാണുന്ന കളർ അല്ല. വൈൽഡ് ആ നേച്ചർ കാണിക്കുന്നത് കണ്ടോ കാട്ടിലോട്ട് വരുമ്പോ. ഇത് ചൂണ്ടപ്പന. പന തന്നെ അത്രയും വലിയ വരെയായിരുന്നു. ഇതൊക്കെ ആ റൂട്ട്സ്. ഇതൊരു പനയാണ് കേട്ടോ. എന്താ ചൂണ്ടപ്പനയോ? നമുക്ക് ആനയൊക്കെ കൊടുക്കുന്ന പന. അതിന്റെ തടിയാണ് ഈ കാണുന്നത്. നല്ല വലിയ പനയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു സംരക്ഷണ വകുപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒന്നും പേര് പോലും നമുക്ക് അറിയത്തില്ല, ഒന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പ്രേക്ഷകരിലേക്കും കൂടെ എത്തിക്കാനാണ് നമ്മളിവിടെ വന്നത്. മുകളിൽ നിൽക്കുന്നല്ലേ?
ഇവിടെ വരെ വരാൻ പറ്റത്തുള്ളൂ. ആ. ഇനി അങ്ങോട്ട് പോകണമെങ്കിൽ ഒരു പാലം അവിടെ ചെയ്യണം. ആ. പാലം എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്ന പാലമാണ്. ആനയ്ക്ക് തടി കയറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തു കൊടുത്തതാണ്. ഇവിടെ കിടപ്പുണ്ട്. അത് JCB ഉണ്ടെങ്കിലേ നമുക്ക് എടുത്തങ്ങോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ഇലക്ഷൻ ആയതുകൊണ്ട് പെൻഡിങ് വെച്ചിട്ട് ഇനി നിങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ നിങ്ങൾ ചെയ്യും. ഇനി നമുക്ക് പുറത്തോട്ട് പോകാം. നമ്മുടെ തേക്കെല്ലാം ഇടുന്ന സ്ഥലമാണ്. നമ്മുടെ ഡിപ്പോയിൽ തേക്ക് തടികൾ മാത്രമേ വരാറുള്ളൂ. ഇത് 1949 ഒരു തേക്ക് പ്ലാന്റേഷൻ പറ്റിയ തടികളാണ് ഇപ്പൊ കാണുന്നത്. 49 നമ്പർ ഇട്ടിട്ടുണ്ടല്ലേ? നമ്പർ ഇട്ടാ നമ്മൾ തടി എടുക്കുന്നത്. തടി സ്റ്റോക്ക് ചെയ്യുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രത്യേക രീതിയിലാണ്. പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി തടികളെല്ലാം പോയി ഇതിന്റെ. ലാസ്റ്റ് ഉള്ളത് മാത്രമാണ്. അപ്പൊ ഞങ്ങളെ കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് മാഡം പറഞ്ഞത് കേട്ടല്ലോ. നമ്മളിവിടെ തന്നെയുള്ള കുടുംബങ്ങൾ കുറേ പേരുണ്ട്. അവരെല്ലാം കൂടെ ഒരു സമിതി രൂപീകരിച്ചിട്ട് അവരാണ് എല്ലാം കൂടെ സംരക്ഷണവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം മക്കളുടെ ഡീറ്റെയിൽസ് നമുക്ക് അവിടെ പോയിട്ട് ഷെയർ ചെയ്യാം. ഒന്ന് അങ്ങോട്ട് പോട്ടെ. ഇവിടെ മുളകളൊക്കെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെന്ന് പറഞ്ഞു. അതാ അങ്ങോട്ട് ചെല്ലുമ്പോൾ കാണാന്ന് പറഞ്ഞപ്പം അവിടെയും കൂടെ ഒന്ന് പോയി നോക്കാം. അവിടെ അങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനത്തെ സെറ്റപ്പ് ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ വന്നാലും ഈ സ്പീഷീസിന്റെ അല്ലെങ്കിൽ ഈ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചുമ്മാ നടന്നു പോകത്തേ ഉള്ളൂ. ശ്രദ്ധിക്കുമായിരിക്കും. പക്ഷെ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അവർക്ക് അറിയാം. അത് പറഞ്ഞപ്പോഴത്തേക്ക് അല്ലെ ഫോറസ്റ്റിനകത്ത് മാത്രം കാണപ്പെടുന്ന കുറെ മരങ്ങൾ ആര് വന്നാലും അവരോട് അവരുണ്ടാവും. അവരില്ലാതെ നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ലെന്നാണ് അവര് പറഞ്ഞത്. അതെ അവരോട് പോകുന്നത് നല്ലത്. കാരണം നമുക്ക് അറിയാൻ പറ്റും, കൂടുതൽ കാലം അറിയാൻ പറ്റും. നമ്മള് കയറി അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിത് ഇതിന്റെ അകത്തൂടെ കയറി ഇതേപോലെ കറങ്ങി അപ്പുറം വഴി കറങ്ങി വരും. ആ കാണുന്നതിന്റെ ഫുള്ള് അതിന്റെ അകത്തൂടെ ഞങ്ങൾ നടന്നത്. ഫുള്ള് കാടാണ്. അടിപൊളിയാണ്. ഈ വഴിയൊക്കെ നോക്കിയേ. ഇനി എന്തായാലും നമ്മള് കയറിയ എൻട്രൻസിന്റെ അങ്ങോട്ട് തന്നെയാണ് പോകുന്നത്. അവിടെ മുളങ്കാടൊക്കെ ഉണ്ട്. നമുക്ക് അതും കൂടെ ഒക്കെ ഒന്ന് കാണാം. നീ ഈ സ്ഥലം ശ്രദ്ധിച്ചാ? നമ്മൾ മറ്റേ ബന്ദിപ്പൂര് പോകുമ്പോ നിറച്ചും മാനൊക്കെ ആയിട്ട് ഒരു സ്ഥലം നമ്മൾ ചെന്ന് കയറത്തില്ല. ആ ഒരു സ്പോട്ട് കറക്റ്റ് അല്ലേ? അതറക്ക് താമസിച്ചല്ലേ. പക്ഷെ ഇവിടെ നമ്മൾ ഈ ആലപ്പുഴയില്ലേ, നമ്മൾ അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാല് വേറൊരു ഇതാണ്. ഇങ്ങോട്ടൊരു പിന്നെ അല്ല ശ്രദ്ധിച്ചില്ലേ, നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഫുള്ള് മെയിൻ റോഡും കാര്യങ്ങളും ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും അറിയത്തില്ല. വന്ന് കയറുമ്പോഴാണ് കാണുന്നത് എന്താണ് സെറ്റപ്പ്. നല്ല ഭംഗിയാട്ടോ. അങ്ങോട്ട് നല്ല രസമാണ്. നടന്നു വരുന്ന വഴിക്ക് തന്നെ ഒരു യൂക്കാലി മരം കണ്ടോ. ഇതിങ്ങനെ മുകളോട്ട് പോടും യൂക്കാലി മരം. ഇവിടെ അളവടല ചരിഞ്ഞെടുക്കുന്ന മരം ഉണ്ട്. ഒന്ന് കാണിച്ചേ. അത് വേര് മുകളിലും നിൽക്കുന്ന ഒരു മരമുണ്ട്. അത് താഴെ കിടന്നു വളർന്ന മരം അല്ലേ? കിടന്നു വളർന്ന മരം എന്തോ വേര് മരം കണ്ട വേര് മുകളിൽ ഇരിക്കുക. മറിഞ്ഞു പോയാൽ തോന്നുന്നുണ്ട്. അങ്ങോട്ട് നിൽക്കൊണ്ട് ഇവിടെയാണ് ഇതിന്റെ വേര് വരുന്നത്. പാലയാണ് അല്ലേ ഇവിടെ ഇപ്പുറത്ത് ചെയ്യുന്നത്? ഇതും പാലയാണ് ഈ മരം കിടക്കുന്നത്. ഇത് ധ്യാനിക്കുന്നത് പാലമരം. ഇതിനകത്തോട്ടൊരു മുളങ്കാടുണ്ട്. നമ്മൾ അവിടെ കണ്ടൊരു കല്ലമ്പുളയാണ് ഇത്. മറ്റേ മഞ്ഞ കളർ കാണുന്ന മുളയില്ലേ, ഇതാണോ ഇല്ലിമുളങ്കാടുകളിൽ? ആണോ? അതെ. പക്ഷെ ഇത് നല്ല രസമാണ് കാണാൻ. ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപകടകരമായ കടവാണ്. നല്ല ആഴമുള്ള സ്ഥലം കേട്ടോ. ആരും ഇറങ്ങാനോ നീന്താനോ ഒന്നും ട്രൈ ചെയ്യരുത്. ഇവിടെ പറഞ്ഞിട്ടില്ലേ, അവിടെ മറ്റേ അച്ചൻകോവിലാറും പമ്പാറും കൂടെ കൂട്ടിമുട്ടുന്ന കൈവഴികളുണ്ട് അവിടെ. അതെ, എമ്മണ്ടൽ 2 ആറാണ്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് അറിയാം. അതെ, അവിടെ സംഭവം എന്താണ്. അവിടെ നമുക്ക് ഈ കായലിൽ പോകുന്ന ബോഡിയൊക്കെ കിട്ടുന്ന അവിടെ നിന്നാണ്. അവിടെ ഒന്ന് അടിയൊന്നും ഇതിനകത്തോട്ട് എനിക്ക് നല്ലൊരു ആംബിയൻസ് അല്ലേ. ഇവിടെ കൊള്ളാം കേട്ടോ. സൂപ്പർ ഒരു മുളങ്കാട്. ഇവിടുന്ന് അങ്ങനെ കിടക്കുവാണ്. നമ്മള് നേരത്തെ കണ്ട കല്ലമ്പുള അതാണ് ഇത്. നേരത്തെ കല്ലമ്പുള അല്ലേ? ഇത് മഞ്ഞ കളർ മുള. അപ്പൊ നമ്മള് കേറുന്ന എൻട്രൻസിൽ തന്നെ ഒരു വനശ്രീ എക്കോ ഷോപ്പ് എന്ന് പറഞ്ഞൊരു ഷോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ അകത്ത് എന്തൊക്കെയാ നമുക്ക് കാണിച്ചു. കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാ. ചേച്ചി നമസ്കാരം. എന്തിന്റെ ഷോപ്പാ ഇതൊക്കെ? നമ്മള് കൂടുതൽ ഇവിടെ ഫോറസ്റ്റിന് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണോ? ട്രൈബൽസിന്റെ അടുത്ത് നമ്മൾ ഡയറക്റ്റ് കളക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് എല്ലാം ഇരിക്കുന്നത്. ഇതാണെങ്കിൽ കുന്തിരിക്കം, തേന്, കാപ്പിപ്പൊടി എല്ലാം നമ്മുടെ ട്രൈബൽസിനോട് ഡയറക്റ്റ് കളക്ട് ചെയ്യുന്നതാണ്. എടുക്കുന്ന സാധനങ്ങളാണ് എല്ലാ സാധനങ്ങളും. ഇത് ചക്ക ഉണങ്ങിയത്. നമ്മൾ ചക്ക കുഴക്കത്തില്ലേ, വേവിക്കുക എന്ന് പറയുന്നത്. ഇത് വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ പ്രോസസ് ചക്ക കുഴക്കുന്ന അങ്ങനെ അതേപോലെ തന്നെ സെയിം അത് തന്നെ. ഇത് കൊടംപുളി. ഇതാണെങ്കിൽ എന്താണ്, സാൻഡൽ വുഡും ഉണ്ട്, സാൻഡൽ ഓയിലും ഉണ്ട്. പ്യുവർ സാൻഡൽ ഓയിലും ഉണ്ട് ഇവിടെ. അല്ലാതെ സാൻഡലിന്റെ തന്നെ സോപ്പ് എല്ലാം നമ്മളുള്ള ഫേസ് പാക്ക്.
ഇതെന്താണ് മോയ്സ്ചറൈസിങ് ക്രീം? നമ്മൾ ബേസിക്കലി ഇവിടെ നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ? ഇവിടെ നിന്ന് കിട്ടുന്ന കളക്ട് ചെയ്യുന്നൊന്നുമില്ല, എല്ലാം അവിടുന്ന് തന്നെ അവിടുന്ന് ട്രൈബൽസിന്റെ ആണല്ലേ? അപ്പൊ അവർക്ക് ചെറിയൊരു വരുമാനം. തേനെല്ലാം ഇപ്പൊ വന്നിരിക്കുന്നില്ല, വയനാട്ടിൽ നിന്നുള്ളതാണ് തേനെല്ലാം വന്നിരിക്കുന്നതല്ല. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് അവരുടെ നമ്മൾ പർച്ചേസ് ചെയ്തതാണ് അല്ലേ? നമ്മളടുത്ത് പർച്ചേസ് ചെയ്തിട്ട് നമ്മള് ഈ ബാമെല്ലാം അങ്ങനെ വരുന്നത്. എല്ലാം അങ്ങനെ വരുന്നു. കാട്ടു തേൻ, കുരുമുളക് ഇതെല്ലാം നമ്മൾ അവിടുന്ന് തന്നെ. ഈ കാട്ടു തേന്റെ ഒരു ഇതുണ്ട്. കുരുമുളകൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള കുരുമുളക് നമുക്ക് അവിടെ കുരുമുളക് ഫസ്റ്റ് ക്വാളിറ്റി കുരുമുളകൊക്കെ ആണെങ്കിൽ എവിടെ വരുമ്പോൾ നമുക്ക് മേടിക്കാൻ കണ്ടോ. ഈ കാര്യമുണ്ടോ ഡ്രൈ ഫ്രൂട്ട്സിന് നട്സിന് ഹണിയുണ്ട്, കാപ്പിപ്പൊടി, സോപ്പൊക്കെ, ഇതെല്ലാം അങ്ങനെ അവരുടെ പ്രൊഡക്ട്സ് ആണ്. കാട്ടുതേനുണ്ട്, കാട്ടുതേൻ അല്ലേ? ഇത് ഒറിജിനൽ. ഇത് കാട്ടുതേൻ, വൻതേൻ ചെറുതേൻ അങ്ങനെ പറയല്ലേ? വൻതേനാണ്. വൻതേനുണ്ട് കേട്ടോ, നല്ല ശുദ്ധമായ തേനൊക്കെ തപ്പി കിടക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ മേടിക്കാം. അത് വൻതേന. ഇത് നമുക്ക് വയനാട്ടിൽ നിന്ന് വന്നത്, ഇത് കോന്നിന്ന് വന്നത്. ചെറുതേനുണ്ടോ? ചെറുതേൻ ഇപ്പൊ വരാറില്ല. ഇപ്പൊ ഏതാണ് നമുക്ക് കാട്ടുതേനിൽ നിന്ന് വൻതേനാണ് ഏറ്റവും കൂടുതൽ ഔഷധ ഗുണമുള്ള സാധനം? രണ്ടും തേനീച്ചയുടെ വ്യത്യാസമല്ലേ ഉള്ളൂ? അതേ ഉള്ളല്ലേ? സെയിം തന്നെ. ചെറുതേനീച്ചയുടെ ഇത് കുറച്ചുകൂടെ ഈ സമയത്ത് കിട്ടത്തില്ല. ഇപ്പൊ മഴ ഇതൊക്കെ അല്ലേ, ജൂൺ കഴിയുമ്പോഴത്തേക്ക് ചെറുതേൻ കിട്ടത്തുള്ളൂ. ആണല്ലേ? ചെറുതേന്റെ ഇത് പ്രത്യേകത ഉണ്ടല്ലോ, ചെറുതേൻ പ്രത്യേകം പൂവിന്നൊക്കെയല്ലേ അത് കഴിക്കുന്നത് അല്ലേ? 3 സൈസിലുള്ള തേനീച്ചയാണ്. വലിയ തേനീച്ചയുണ്ട്, ചെറിയ തേനീച്ചയുണ്ട്, ഇടത്തൽ വരണുണ്ട്. ഇപ്പൊ വൻതേനീച്ചയുടെ ആണോ വരുന്നല്ലേ? ചെറുതേൻ എടുക്കുന്നത് ചൂട് സമയത്താണ്. ഓക്കെ. വീടുകളിൽ നിന്നൊക്കെയുള്ള പ്രോഡക്ട്സ് ഇപ്പൊ കടകളിൽ അല്ല, ഇതിനകത്ത് വേറെ ഒന്നും മിക്സ് ചെയ്യില്ല, ഇത് പ്യുവർ തേൻ തന്നെ, ഹണിയല്ലേ? ഈ ഇതൊക്കെ ഇവിടുന്ന് ഉള്ള അല്ലേ? കുടിക്കാനായിട്ടുള്ള സാധനങ്ങൾ, ഐസ്ക്രീമോ ജിഞ്ചർ ഹണി അല്ലേ ഇത്? കുരുമുളക്, പിന്നെ കുറെ ഐറ്റംസ് ഉണ്ട് കേട്ടോ. കുരുമുളകുണ്ട്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, ചോക്ലേറ്റ്സ്, കുന്തിരിക്ക. ഈ കുന്തിരിക്കൊക്കെ ഒറിജിനൽ എടുക്കുന്നതാണോ? ഇത് ഒറിജിനൽ കുന്തിരിക്ക എടുക്കുന്നല്ലേ? ഇത്രയും കാര്യം അറിയാം അല്ലേ? ഇപ്പൊ ഞങ്ങള് ഇവിടുന്ന് ഇറങ്ങുവാണ്. അതെ, നല്ലൊരു അന്തരീക്ഷമായിട്ടാണ്, എല്ലാരും വരേണ്ട സ്ഥലമാണ്. ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഫാമിലി ആയിട്ടൊക്കെ വന്നിരിക്കുകയാണെങ്കിൽ നല്ല കാമാൻ കുവൈറ്റായിട്ട് വന്നിരിക്കാം. പിള്ളേർക്ക് കളിക്കാനുള്ള പ്ലാൻ പാർക്ക് സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അല്ല, എല്ലാവരും വിചാരം ആലപ്പുഴ എന്ന് പറയുമ്പോൾ പുഴ അല്ലെങ്കിൽ കടല് അങ്ങനെയൊക്കെ അല്ലേ? ഉണ്ട്, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവം അല്ലേ? ഇപ്പൊ എന്ന് പറയുന്ന ഒരു വനം കൂടെ, നമുക്ക് ആർക്കും അറിയാത്ത സ്ഥലം വനം കൂടെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാരും വരിക, ഫാമിലി ആയിട്ട് വന്ന് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. കുറെ അറിവ് കിട്ടും, കുറെ അറിവ് കിട്ടുന്നുണ്ട്, കുറെ സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് ഇഷ്ടംപോലെ ഔഷധ സസ്യങ്ങള്, നമുക്ക് അറിയാൻ പാടില്ലാത്ത കാണാത്ത കുറെ സാധനങ്ങളാണ്. അപ്പൊ എന്തായാലും വീഡിയോ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളുടെ ചാനലിന്റെ പേര് മറക്കണ്ട. അതെ, എവരിഡേ എസ്കേപ്സ്. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ ബൈ.